എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, അങ്ങയുടെ സ്ലീഹാക്കെടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവിന് ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൊണ്ടും യാത്ര കൊണ്ടും വിശേഷാൽ വല്ല സുഖക്കേടുകളുണ്ടോ? ഇപ്പോൾ എങ്ങനെയിരിക്കുന്നുവെന്ന് അറിയാൻ അത്യധികം ആഗ്രഹിക്കുന്നു. അധികം ബുദ്ധിമുട്ട് ചെയ്ത് സുഖക്കേടുകൾ വരുത്തല്ലേ പിതാവേ, ഒന്ന് സൂക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവിന് വളരെ ക്ഷീണം കാണുന്നതിനാൽ അത്യധികം വ്യസനിക്കുന്നു. പ്രത്യേക വിധം പാവപ്പെട്ട ഞാൻ അപേക്ഷിക്കുകയും നവസന്യാസിനികളെ കൊണ്ട് അപേക്ഷിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട്. പിതാവിൻ്റെ ആഗ്രഹങ്ങൾ ദൈവേഷ്ടം പോലെ നിറവേറുന്നതിനു വേണ്ടിയും അപേക്ഷിച്ചു വരുന്നു. ഇതല്ലാതെ ഈ പാവപ്പെട്ട മകളാൽ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ലല്ലോ. പിതാവിന് ഏറെ ജോലികളുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ പാവപ്പെട്ട ഞങ്ങളുടെ സഭയുടെ ഉന്നതിക്ക് വേണ്ടി ചെയ്യുന്ന പല പ്രകാരത്തിലുള്ള ജോലികളും ബുദ്ധിമുട്ടുകളും കണ്ടും ഓർത്തും പാവപ്പെട്ട ഞാൻ അത്യധികം അതിശയിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പിതാവേ, നന്ദികെട്ട എന്നിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുള്ളതുമായ അനേക തെറ്റുകളും നന്ദിഹീനതകളും പിതാവിനടുത്ത അനുഗ്രഹത്തോടെ ക്ഷമിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചെയ്തു വരുന്നുവല്ലോ. എണ്ണമില്ലാത്ത ഈ ബുദ്ധിമുട്ടുകൾക്ക് ഇരട്ടി പ്രതിസമ്മാനം ലഭിക്കുന്നതിനും ഓരോ കാര്യങ്ങളിൽ നല്ല ക്ഷമ ലഭിക്കുന്നതിനും മറ്റും പ്രത്യേകം പിതാവിനു വേണ്ടി അമലോത്ഭവ അമ്മയോട് അപേക്ഷിച്ചു വരുന്നുണ്ട്. പിതാവിൻ്റെ ഹൃദയം വേദനിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് സഹിച്ചുകൂടാത്ത ദുഃഖം തോന്നുന്നു. ഞാൻ എന്തു ചെയ്യേണ്ടു? ഞാൻ എനിക്ക് സാധിക്കുന്നത് പോലെ എല്ലാം സൂക്ഷിച്ചു നടക്കുന്നുണ്ട്. പിതാവിൻ്റെ ഹൃദയത്തിൽ ഒരു ദുഃഖവും ഉണ്ടാകില്ലേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇനി വല്ലതും അങ്ങയുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ എല്ലാം പിതാവിനടുത്ത അനുഗ്രഹത്തോടെ കളയണമേ. നന്ദികെട്ട ഞാനും ഏറെ ഉപകാരങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു. ഞാനും കൂടെ പിതാവിനെ സങ്കടപ്പെടുത്തിയതുകൊണ്ട് ഇടവിടാതെ എൻ്റെ ഹൃദയത്തിൽ ദുഃഖിക്കുന്നു. ഈ ഒരു വിഷാദവും ദുഃഖവും ഇടവിടാതെ എൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നു. ഇത് പരമാർത്ഥമാകുന്നു പറയുന്നത്. ഇനി ഒന്നും ഈ പാവപ്പെട്ട മകളോട് കരുതല്ലേ എന്ന് അപേക്ഷിക്കുന്നു. പിതാവേ, ഇങ്ങനെയുള്ള സംഗതികളിൽ ധൈര്യമുള്ള ഒരു ഹൃദയം എനിക്കില്ല. സ്നേഹപിതാവിൻ്റെ ഉപദേശം ഇനി എന്ന് പാവപ്പെട്ട ഞങ്ങൾക്ക് കേൾക്കുന്നതിന് സാധിക്കും? ആ സമയം ഞാൻ കാത്തിരിക്കുന്നു. പിതാവ് ചോദിച്ചതിന് അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞിരുന്നെങ്കിൽ അങ്ങയുടെ ഹൃദയത്തിന് ഇതിനേക്കാൾ അധികം വേദനയ്ക്ക് ഇടവരുമായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ പറയാതിരുന്നത്. ഞാനത് എല്ലാ തരത്തിലും സഹിക്കുന്നതിന് ദൈവം തിരുമനസ്സായിരിക്കുന്നു എന്നോർത്തും പിതാവിനെ കൂടെ ഇത്രയേറെ സങ്കടപ്പെടുത്തേണ്ടല്ലോ എന്നോർത്തും മിണ്ടാതെ സഹിച്ചതാകുന്നു. ഇനി അതിനെക്കുറിച്ച് ഒന്നും കരുതല്ലേ. ഞാൻ പറഞ്ഞാൽ പിതാവിൽ നിന്നുള്ള ആശ്വാസം കിട്ടുമെന്ന് തോന്നിയെങ്കിലും ആശ്വാസത്തേക്കാൾ പിതാവിൻ്റെ ഹൃദയം ദുഃഖിക്കുന്നതിന് ഇടവരുന്നതും എനിക്ക് അധികം സങ്കടമുള്ളതാകുന്നു. പിന്നെ ആ ആളും വേദനിക്കുമല്ലോ എന്നോർത്ത് എല്ലാം മൗനം പാലിച്ചു. എങ്കിലും ദൈവം പിന്നീട് പ്രവർത്തിച്ചതൊക്കെയും കേട്ട് ഞാൻ അതിശയിച്ചു. അവസാനം എൻ്റെ ക്ഷമകേടുകൊണ്ടും ഉള്ളിനടുത്തതും പുറമേയുള്ളതുമായ പലതരത്തിലുള്ള ഞെരുക്കങ്ങളാലും ഞാൻ വിഷമത്തിലായി. എനിക്ക് ഒരു സഹായവുമില്ലാതെ വന്നപ്പോൾ പരിശുദ്ധ അമ്മയോട് അന്ന് രാത്രി മുഴുവനും കരഞ്ഞപേക്ഷിച്ചു. എൻ്റെ അമ്മേ, ഞാൻ എന്തുമാത്രം ഓരോ തരത്തിൽ കഷ്ടപ്പെടുന്നുവെന്ന് അറിയുന്നില്ലേ? എൻ്റെ അമ്മേ, ഞാൻ എന്തു ചെയ്യേണ്ടു? എനിക്ക് ശക്തിയില്ലല്ലോ. നീ തന്നെ എന്നെ സഹായിക്കണമേ. നിനക്കിഷ്ടമുണ്ടെങ്കിൽ കുറച്ചു ദിവസത്തേക്ക് എന്നെ ഇവിടെ നിന്ന് മാറ്റിത്തരണമേ എന്നും മറ്റും ഞാൻ അപേക്ഷിച്ചു പോയി പിതാവേ. എൻ്റെ ക്ഷമയില്ലായ്മ കൊണ്ടാകുന്നു അങ്ങനെ അപേക്ഷിച്ചത്. ഉള്ളിലുള്ളതും പുറമേ നിന്നുള്ളതും എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ശരണക്കേട് വരുമോ, ഞാൻ നശിച്ചു പോകുമോ എന്ന് പോലും തോന്നിപ്പോയി. ചോദിച്ചതിന് ഞാൻ മറുപടി പറയാത്തതുകൊണ്ട് സ്നേഹപിതാവിനും എന്നോട് വിഷമമായി. എല്ലാം ദൈവചിത്തമാകുന്നു. അതുകഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കുർബാന കൈക്കൊണ്ട ക്ഷണം ഒരാൾ വളരെ സ്നേഹത്തോടെ എൻ്റെ അടുക്കൽ വന്ന്, എൻ്റെ മകളെ എവുപ്രാസ്യ, നീ എന്തേ ഇത്രയധികം വിഷമിക്കുന്നു? അവർ പലതരത്തിൽ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നതിനും നിന്നെ ശരണക്കേടിലാക്കുന്നതിനും വേണ്ടിയാകുന്നു ഈ വഴികളെല്ലാം നോക്കുന്നത്. അതിനാൽ നീ നല്ല ധൈര്യമായിരിക്കണം. ഈ യുദ്ധത്തിൽ തോറ്റുപോകരുത്. ശരണമില്ലാത്തവളാകരുത്. എൻ്റെ മകളെ, ലോകം മുഴുവനും ഒന്നായി നിന്നോട് എതിർത്താലും നീ ഒരിക്കലും എന്നിൽ നിന്ന് അകലരുത്. ഞാൻ നിന്നെ എല്ലാറ്റിലും സഹായിക്കുന്നുണ്ട്. എവുപ്രാസ്യ, നീ മൗനമായി ക്ഷമിക്കുന്നതിനും മറ്റുമുള്ള നിത്യസമ്മാനം നിന്റെ മോക്ഷമണവാളനും ഞാനുമാകുന്നു.
നീ ഇന്നലെ ആ സംഗതികൾ നിന്റെ ആത്മപിതാവിനെ അറിയിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്ന ആശ്വാസം കൂടെ എൻ്റെ തിരുക്കുമാരനെ പ്രതിയും ഓരോ സംഗതികളിൽ ഉപവിയെക്കുറിച്ചും സഹിക്കുന്നത് കണ്ട് നിന്റെ മോക്ഷമണവാളനും എനിക്കും വളരെ സന്തോഷമാകുന്നു. അതിനാൽ നിന്റെ ആശ്വാസത്തിനായിട്ടും ധൈര്യത്തിനായിട്ടും അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. എൻ്റെ മകളെ, നിന്റെ ആഗ്രഹം പോലെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മറ്റു മഠത്തിലേക്ക് പോകുന്നതിന് ഇടവരും. നീ നല്ലവണ്ണം സഭയുടെ ഗുണത്തിന് വേണ്ടി അപേക്ഷിക്കണം. പിതാവേ, എന്തോ മുഴുവൻ മനസ്സിലായില്ല. ഒരു ദുഃഖസ്വരത്തിൽ, എൻ്റെ മകളെ, നമ്മുടെ സഭയ്ക്ക് വേണ്ടി നല്ലവണ്ണം അപേക്ഷിക്കണമെന്ന് 3 പ്രാവശ്യം പറഞ്ഞു. നീ നൊവിഷ്യേറ്റിൻ്റെ ഗുരുത്തിയാണ്. അവരെ നല്ലവണ്ണം അല്പമായ ക്രമക്കേടുകൾ കൂടെ തീർത്ത് സൂക്ഷ്മമായി വളർത്തണം. അതിൽ നിന്നാകുന്നു സഭയുടെ ഗുണം വരുന്നത്. ഇപ്പോൾ സഭയിൽ സംഭവിക്കുന്നത് നിനക്ക് നല്ലതുപോലെ മനസ്സിലാകുന്നില്ലേ? അത് എന്നിൽ നിന്ന് വരുന്നുവെന്നുള്ളത് പലപ്പോഴും എൻ്റെ മകളുടെ ഹൃദയത്തിൽ ഓർമ്മിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനാൽ നിന്റെ കടമകൾ നിറവേറ്റണം. അധികനാൾ അനുവാദം അപേക്ഷിച്ച് അവിടെ താമസിപ്പിക്കരുത്. നീ നവസന്യാസിനികളെ പരിശീലിപ്പിക്കുന്ന ആളാകുന്നു എന്നും മറ്റും അരുളി ചെയ്ത് ആശീർവാദവും തന്നു. സ്നേഹത്തോടെ എൻ്റെ കവിളിന്മേൽ ഒന്നടിച്ച്, എൻ്റെ മകളെ, ഞാൻ പോകുന്നുവെന്ന് പറഞ്ഞു പോയി. ഇത്ര കണിശമായി മടങ്ങി വരേണ്ട കാര്യം പറയുവാനുള്ള കാരണം എനിക്ക് തോന്നുന്നത്, ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വല്ല മഠത്തിലേക്ക് പോകുന്നതിന് ഇടവന്നാൽ സ്നേഹപിതാവിനോട് അനുവാദം വാങ്ങി അവിടെ നിൽക്കണമെന്ന്. 3-ാം ദിവസം മണലൂർ മഠത്തിലേക്ക് പോകുന്നതിനിടയായി. പിതാവെ, കുറച്ചു നാളായിട്ട് എൻ്റെ ക്ഷമയില്ലായ്മയാൽ കുറച്ചധികം വിഷമം ഓരോ സംഗതികളിൽ എനിക്ക് തോന്നിയിരുന്നു. അതൊന്നും സ്നേഹപിതാവിനെ ഒരിക്കലും അറിയിച്ചിട്ടില്ല, ഇനി അറിയിക്കുകയുമില്ല. ദൈവം തന്നെ ഓരോ വിധത്തിൽ അറിയാൻ മാത്രം അല്പം പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അതുമതി. അത് എന്നിൽ നിന്നായാൽ വല്ല തെറ്റും വന്നു പോയോ എന്നോർത്ത് ഞാൻ അധികമായി വ്യസനിക്കും. എനിക്ക് നല്ല സമാധാനമുണ്ട്. ദൈവാനുഗ്രഹത്താൽ മണലൂർക്ക് പോയി ഒരു യാത്രയും കഴിച്ചു. ദൈവത്തിൻ്റെ ഓരോ പണികൾ എത്ര നിമിഷം കൊണ്ട് നിറവേറുന്നു, യാതൊരു താമസവുമില്ല. ഇതൊക്കെ ഓർത്ത് ഞാൻ അതിശയിക്കുമായിരുന്നു. ഈ പാവപ്പെട്ട എന്നോട് അവിടുന്ന് എന്തേ ഇത്ര സ്നേഹം കാണിക്കുന്നു? അവിടുത്തെ അനുഗ്രഹം മാത്രം, അല്ലാതെ ഒന്നുമില്ല നിശ്ചയം. സ്നേഹപിതാവേ, എനിക്ക് ആ ദിവസങ്ങളിൽ അശുദ്ധ വിചാരങ്ങളും അതോട് ചേർന്ന് വേദനയും കന്യാവ്രതത്തിനെതിരായുള്ള ഓരോ പ്രവൃത്തിയും സ്നേഹപിതാവിനെ അറിയിച്ചിട്ടുള്ളതുപോലെ പലതും ശക്തിയായിട്ടുണ്ടായിരുന്നു. രാത്രിയിലാണ് ശക്തി. ഇത് ഓശാനയുടെ തലേ ഞായറാഴ്ച പാതിര കഴിഞ്ഞ് 1 മണിക്കാണ് തുടങ്ങിയത്. പിന്നെ ദൈവാനുഗ്രഹത്താൽ ഇത് കുറഞ്ഞത് ഉയർപ്പ് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ്. വളരെ അവശത വരുമ്പോൾ ഇടയ്ക്ക് പോയി കിടക്കും. ഇതിൽ ഒരു ദിവസം ബഹുമാനപ്പെട്ട സഹോദരികൾ അറിയുന്നതിനും ഇടവന്നു. അവർ ബഹുമാനപ്പെട്ട കപ്ലോനച്ചനെയും വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ അറിഞ്ഞില്ല പിതാവേ. പെട്ടെന്ന് എൻ്റെ ബോധം പോയി. അതോടെ വ്യസനത്തിൻ്റെയും വേദനയുടെയും മറ്റു ശക്തിയാൽ നിലവിളിച്ചു. എനിക്ക് ഓർമ്മയില്ല. അത് കേട്ടാണ് അവർ വന്നത് എന്ന് പറഞ്ഞു. ദേഹമാസകലം ഞരമ്പുവലിയും ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി ഞാൻ എന്തിന് എഴുതുന്നു? അങ്ങേക്കറിയാമല്ലോ. അവരാൽ സാധിക്കുന്നതൊക്കെ ചെയ്തു എന്ന് മാത്രം ഞാൻ പറയുന്നു. തിരിച്ചെഴുതുന്നതിന് എനിക്ക് ശക്തിയില്ല. പ്രത്യാശയില്ലാത്തതുപോലെ പല പ്രാവശ്യമുണ്ടായി. വളരെ വ്യസനിച്ചു, എങ്കിലും വീണില്ല. പരിശുദ്ധ അമ്മയുടെ മേലും നല്ല ഈശോയുടെ മേലും മുഴുവനും ആശ്രയിച്ച് ഇതിനേക്കാൾ ദുഷ്ടപ്രവൃത്തികൾക്ക് ഞാൻ യോഗ്യതയുള്ളവതാകുന്നു എന്നും മറ്റും മനസ്സിലുറപ്പിച്ച് ഒരു ഹീനപാപിയെപ്പോലെ എന്നെ ഞാൻ വിട്ടുകൊടുത്തു. വ്യസനം ഒരിക്കലും ഇല്ലാത്തതുപോലെ അധികമായിട്ടുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെ കണ്ണുകൊണ്ട് കാണുന്നില്ല, എങ്കിലും ഒരിക്കലും പിരിയാതെ എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു, എൻ്റെ മകളെ, നീ ധൈര്യമായിരിക്കണം. നിന്റെ തിരുക്കുമാരൻ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന പീഡകളോട് ചേർന്ന് നിന്റെ ഈ സഹനങ്ങളെ കാഴ്ചവെക്കണം. നീ നിന്റെ മോക്ഷമണവാളിനോടുകൂടെ ചേർന്ന് നിൽക്കണമെന്നും ഈ ഞെരുക്കങ്ങളൊക്കെ സഹിക്കണമെന്നും അവിടുന്ന് തിരുമനസ്സായിരിക്കുന്നു. ഇതാകുന്നു കയ്പ് നിറഞ്ഞ സഹനങ്ങൾ എന്ന് പറയുന്നത്. നിന്റെ രക്ഷിതാവ് നിന്നോട് കൂടെയുണ്ട്. അവിടുന്ന് നിനക്ക് ശക്തി തരുകയും ചെയ്യുന്നുണ്ട്. നിന്റെ ഈ സഹനങ്ങളെ മനുഷ്യരുടെ നന്ദികേടുകൾക്കും പാപപരിഹാരത്തിനുമായി കാഴ്ചവെക്കുക. നീ ഇതൊന്നുകൊണ്ടും ധൈര്യം കളയരുത്. ഞാൻ നിന്റെ അമ്മയാകുന്നു എന്നും മറ്റും ഈ ദിവസങ്ങളിൽ പലപ്പോഴും പറഞ്ഞ് ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. പിതാവേ, ഞാൻ അമ്മയെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എങ്കിലും പലപ്പോഴും എൻ്റെ അവശതയിൽ നല്ല ധൈര്യത്തിനടുത്തതും ആശ്വാസത്തിനടുത്തതുമായ വചനങ്ങൾ പറഞ്ഞു തന്ന് എന്നെ ധൈര്യപ്പെടുത്തിയിരുന്നു. ഇതിൽ പലതും ഇടയ്ക്ക് മറന്നുപോയിട്ടുണ്ട്.
ദുഃഖവെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ ചെന്ന് അൾത്താരയിൽ കിടത്തിയിരിക്കുന്ന രക്ഷിതാവിൻ്റെ എല്ലാവരാലുമുള്ള ഉപേക്ഷസ്ഥിതിയും മറ്റുമോർത്ത് ദുഃഖിച്ച് മുട്ടുകുത്തി നിൽക്കുന്ന സമയം പെട്ടെന്ന് അൾത്താരയിൽ നിന്ന് വളരെ ശോഭയുള്ളതും തിളങ്ങുന്നതുമായ പ്രകാശം 5 കതിരുകളായി വരുന്നത് കണ്ടു. അതോടെ ഒരു തെളിവുള്ള സ്വരവും ഇങ്ങനെ കേട്ടു: പെട്ടെന്ന് ഒരു ശക്തിയായ ചൂടും തോന്നി. പ്രകാശകതിരുകൾ എൻ്റെ മുഖത്തേക്ക് തള്ളി വരുന്നത് കണ്ടു. എവുപ്രാസ്യ, നിന്റെ മോക്ഷമണവാളനാകുന്നു ഞാൻ. നീ ഇതുവരെയും എൻ്റെ ഈ കയ്പ് നിറഞ്ഞ സഹനങ്ങളെ കൂട്ടാളിയായി എന്നിൽ നിന്നും അകലാതെ എൻ്റെ മണവാട്ടിക്ക് തക്ക വിധത്തിൽ നിന്റെ എല്ലാ ഞെരുക്കങ്ങളും പീഡകളും സന്തോഷമായി സഹിച്ചതിനാൽ ഇനി നീ ആശ്വസിക്കണം. എൻ്റെ അമ്മയുടെ വ്യാകുലങ്ങളിൽ മേൽ വലിയ ഭക്തിയുള്ളവളായിരിക്കണം. എൻ്റെ ഏറ്റവും സങ്കടമുള്ള പീഡകളുടെ ഫലം സർവ്വ മനുഷ്യരും അറിഞ്ഞ് അനുഭവിക്കുന്നതിനു വേണ്ടി എൻ്റെ വ്യാകുല അമ്മയോട് ചേർന്ന് നല്ലവണ്ണം അപേക്ഷിക്കണം. ഞാൻ, എൻ്റെ മകളെ, നിന്റെ ഞെരുക്കത്തിൽ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. നീ എല്ലായ്പ്പോഴും വളരെ എളിമയോടുകൂടെയും ദൈവാനുഗ്രഹത്താൽ നന്ദിയുള്ളവളായിട്ടും ജീവിക്കണം. മനുഷ്യരുടെ വാക്കുകൾ കേട്ട് വിഷമിക്കേണ്ട. നിന്റെ കടമകളെല്ലാം പൂർണ്ണമായി നിറവേറ്റി സമാധാനത്തോടെ ജീവിക്കണം എന്നരുളി ചെയ്ത് വളരെ സ്നേഹത്തോടെ അവിടുത്തെ 5 തിരുമുറുകളെ മുത്തിച്ചു. എവുപ്രാസ്യ, നീ നല്ല ധൈര്യമായിരിക്കണം. നിനക്ക് ഇപ്പോൾ ആശ്വാസമുണ്ടാകും. എങ്കിലും എൻ്റെ മകളെ, നീ ഞെരുങ്ങുന്നതും സഹിക്കുന്നതും നിന്റെ മോക്ഷമണവാളനായ എൻ്റെ ഹൃദയത്തിന് വളരെ ആശ്വാസവും സന്തോഷവും വരുത്തുന്നതാകുന്നു. അതിനാൽ കിട്ടുന്ന സഹനങ്ങളെല്ലാം നല്ല സന്തോഷത്തോടെ സഹിച്ചു കൊള്ളണം എന്നും അരുളി ചെയ്ത് ആശീർവാദവും തന്നു. പിന്നെ ഒന്നും ഉണ്ടായില്ല. പിതാവേ, അതോടെ എന്തോ ഒരു വലിയ ആശ്വാസവും ഹൃദയത്തെളിവും മനസ്സിന് ബലവും കിട്ടി. ഇപ്പോൾ യാതൊരു അസ്വസ്ഥതയുമില്ല. എല്ലാ കാര്യത്തിലും ദൈവാനുഗ്രഹം കൊണ്ട് വളരെ തീഷ്ണതയും ദൈവത്തോടുള്ള ഒന്നിപ്പും പാടുപെടുന്നതിനും എതിർപ്പുകളെ സഹിക്കുന്നതിനുമുള്ള ആഗ്രഹവുമുണ്ട്. കിട്ടുന്നത് ആരും അറിയാതെയും ആർക്കും അറിയാത്ത വിധത്തിലും സഹിച്ചു വരുന്നു. എന്നെ ദൈവം സഹായിക്കുന്നതുകൊണ്ട് എന്തു ഞെരുക്കമെങ്കിലും വന്നുകൊള്ളട്ടെ. പിതാവേ, അതിനപേക്ഷിക്കണമേ. നമ്മുടെ രക്ഷിതാവിനെ കണ്ണുകൊണ്ട് തെളിവായി കണ്ടിട്ടില്ല, എങ്കിലും സ്വരവും പ്രകാശകതിരുകളും തെളിവായി കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. സ്നേഹപിതാവേ, പലതും ഒന്നിച്ചു വരുന്നതിനാൽ 5-6 പ്രാവശ്യം ശരണക്കേട് പോലെ തോന്നിപ്പോയി. എങ്കിലും ഉടനെ ഞാൻ പരിശുദ്ധ അമ്മയോടും നല്ല ഈശോയോടും മുട്ടിപ്പായി അപേക്ഷിച്ചു. അവർ ഉടൻ എന്നെ ധൈര്യപ്പെടുത്തി. ചില സമയത്ത് യാതൊരു ആശ്വാസവും കിട്ടിയില്ല, എങ്കിലും അവസാനം കിട്ടിയിട്ടുണ്ട്. ചിലതൊക്കെയും ഞാൻ മറന്നുപോയി, ഓർക്കുന്നില്ല. സ്നേഹപിതാവേ, ഇത് എല്ലാം കീഴ്വഴക്കത്തെക്കുറിച്ച് എഴുതുന്നതാകുന്നു. ഇതെല്ലാം രഹസ്യം കാക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, മണലൂർക്ക് പോകുന്നതിന് വണ്ടിയിൽ കയറി. വണ്ടി നീങ്ങിയ ക്ഷണം എവുപ്രാസ്യ ഈ യാത്രയിൽ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടും. ആയതിനാൽ അപേക്ഷിക്കുക എന്ന സ്വരം കേട്ടു. ആരാണെന്ന് തിരിഞ്ഞില്ല. പിതാവേ, ഇതുപോലെ ഞെരുക്കമുള്ള ഒരു യാത്ര ഞങ്ങൾ കഴിച്ചിട്ടില്ല. യാത്രയെക്കുറിച്ച് എന്തു പറയേണ്ടു? ഓരോരോ കഷ്ടപ്പാടുകളും നേരിട്ടു. ദൈവം ഒന്നും വരുത്താതെ കാത്തു എന്ന് മാത്രം പറയുന്നു. പാതിരാ സമയം പുല്ലഴിയിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട കപ്ലോനച്ചനുമില്ല, വഞ്ചിയുമില്ല. മടങ്ങി അരണാട്ടുകര പള്ളിയിൽ ചെന്ന് വളരെ നേരം ഇരുന്നു. യാത്രയെക്കുറിച്ച് പറയണമെങ്കിൽ ഇനിയുമുണ്ട്. നിർത്തട്ടെ, സാരമില്ല. ശീഷ്മക്കാരുടെ കാര്യമെന്തായി? അവർ മാനസാന്തരപ്പെടുമോ? കേസ് അനുകൂലമായി വിധിച്ചു കിട്ടുമോ? പിതാവേ, ഇപ്പോൾ വല്ല അറിവുമുണ്ടോ? എങ്ങനെയിരിക്കുന്നുവെന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഗുണദോഷ മറുപടിയും ആത്മപിതാവിനടുത്തതും സ്ലീഹാക്കടുത്തതുമായ ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, പരിശുദ്ധ അമ്മയോട് എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മറക്കല്ലേ. പിതാവ് ഓരോ കാര്യങ്ങളിൽ സഹിക്കുന്നത് കണ്ട് എൻ്റെ പാവപ്പെട്ട ഹൃദയം അത്യധികം ദുഃഖിക്കുകയും സ്നേഹപിതാവിന് നല്ല ക്ഷമ ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തു വരുന്നുണ്ട്. പിതാവേ, ഉപദേശം കൊണ്ട് ഫലമില്ലെന്ന് ഒരിക്കലും കരുതല്ലേ. നല്ല മനസ്സുള്ളവർക്ക് നല്ല ഫലമുണ്ട്. അങ്ങയുടെ സുഖം പോലെ ഉപദേശം പറഞ്ഞു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ കാര്യത്തിന് താമസം വരുത്തല്ലേ. ഇതൊക്കെ തീർന്നു പോകും. സ്നേഹപിതാവിൻ്റെ കടമ നിറവേറ്റില്ലേ? ഇനി ഒന്നും കരുതണ്ട. ഇപ്പോൾ ആർക്കും വലിയ സമാധാനക്കേടില്ല എന്ന് അയോഗ്യ ശുശ്രൂഷിയും എളിയ മകളുമായ കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭ
ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എപുപ്രാസ്യ. എനിക്ക് ഇനി ഇതുപോലുള്ള ഒരു എഴുത്തിന് ഇടവരുമെന്ന് ഒരിക്കലും കരുതുന്നില്ല. എനിക്ക് ഇനി ഇതുപോലുള്ള ഒരു എഴുത്തിന് ഇടവരുമെന്ന് ഒരിക്കലും കരുതിയില്ല. എല്ലാം തീർന്നു എന്ന് കരുതിയിരുന്നു. ഇനി ഒന്നും വേണ്ട, അല്ലേ പിതാവേ? അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ. ഇനി 2 കാര്യം വാക്കാൽ സ്നേഹപിതാവിനോട് പറഞ്ഞുകൊള്ളാം എന്ന് വെച്ച് എഴുതുന്നില്ല എന്നാണ് എൻ്റെ അമ്മയെ ഒന്ന് കാണുന്നതിന് ഇടവരുന്നത്. പിതാവേ, അവിടുത്തെ ഇഷ്ടം മതി, അല്ലേ?